കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ എല്ലാവർക്കും ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചു. ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഓപ്പണിംഗ് പ്രയർ നടത്താനായി ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബറഖുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ തന്നെയാണ്. കർത്താവെ, നല്ല കൂടിവരവനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി അവിടുത്തെ സന്നിധിയിൽ ഒന്ന് ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവരുമായ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വചനം നടത്തി അതിലൂടെ ഞങ്ങളെ നടത്തിയ എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരെയും ഞങ്ങളുടെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയ ഞങ്ങളുടെ പിതാക്കന്മാരെയും പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടെ നിന്റെ സന്നിധിയിൽ ഓർക്കുന്നു. അവരുടെ മൂല്യങ്ങളിൽ ചേർന്ന് ഞങ്ങളെയും ബലപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകണമേ. ഈ ദിവസം പോലെ എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ. ആശുപത്രികളിലും വീടുകളിലുമായി രോഗത്തിൽ കഴിയുന്നവരെയും പ്രയാസത്തിലും പട്ടിണിയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരെയും എല്ലാം തൃക്കൺ പാർക്കണമേ. ആവശ്യഭാരങ്ങളിൽ നീ കൂടെയിരിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേ. ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠർക്കും പശ്ചിമമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള മക്കൾക്കും യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഡാലസ് റീജിയന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന. നാം നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇതിനൊക്കെ ഒരു വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമുക്ക് അതിൽ മുറുകെ പിടിച്ച ഈ നോമ്പിൽ പോകാം എന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമേനിയുടെ ജന്മദിനമാകുന്നു. കഴിഞ്ഞ 77 വർഷങ്ങൾ പരിശുദ്ധ ബാവാതിരുമേനിയെ സർവശക്തനായ ദൈവം കാത്തു സൂക്ഷിച്ചു. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ബർത്ത്ഡേസ് ആയിരുന്ന എല്ലാ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒരു പാട്ടോടുകൂടി നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ടിൻറ്റു രാജൻ പാട്ട് പാടുന്നു. ഹലോ എവരിവൺ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണ
നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ചിന്തൂരാജനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദപുസ്തകം ഒരുപോലെ തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ഫെബ്രുവരി എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 1-14. പ്രിയപ്പെട്ട ജോബി വായിക്കുന്നത്. Barkimore, therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that so easily entangles. Yummy. And let us run with Good. perseverance Thank the you. race marked out for us, fixing our eyes on Jesus, the pioneer and perfecter of faith. With the banana. Yeah. ജൂബി ഒരു മിനിറ്റ്. ജൂബി ഒരു മിനിറ്റ്. Yeah. നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മ്യൂട്ട് ചെയ്യാതിരിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങളും എല്ലാം വരുന്നുണ്ട്. ലൈൻ മ്യൂട്ട് ചെയ്യണമേ ദയവായിട്ട്. അറിഞ്ഞോ അറിയാതെയോ അൺമ്യൂട്ട് ചെയ്ത് വയ്ക്കല്ലേ എന്ന് കഴിഞ്ഞ പ്രാവശ്യവും ബഹുമാനപ്പെട്ട അച്ഛനും ഭർത്താവികൾ എപ്പോഴും പറയുന്നതാണ്. ദയവായി. That's Daddy's cookie. Daddy's cookie? Yeah. That will be too mad. Okay. Too much? It's too much? ജൂബി വായിച്ചാട്ടെ. ജൂബി വായിച്ചു. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. Consider him who endured such opposition from sinners, so that you will not grow weary and lose heart. In your struggle against sin, you have not yet resisted to the point of shedding your blood. And have you completely forgotten this word of encouragement that addresses you as a father addresses his son? It says, "My son, do not make light of the Lord's discipline, and do not lose heart when he rebukes you, because the Lord disciplines the one he loves. He chastens everyone he accepts as his son." In your hardship as discipline, God is treating you as his children. For what children are not disciplined by their father? If you are not disciplined, and everyone undergoes discipline, then you are not legitimate, not true sons and daughters at all. Moreover, we have all had human fathers who disciplined us, and we respected them for it. How much more should we submit to the Father of spirits and live? They disciplined us for a little while, as they thought best, but God disciplines us for our good, in order that we may share in his holiness. No discipline seems pleasant at the time, but painful. Later on, however, it produces a harvest of righteousness and peace for those who have been trained by it. Therefore, strengthen your feeble arms and weak knees. Make level paths for your feet, so that the lame may not be disabled, but rather healed. Make every effort to live in peace with everyone and to be holy.
Without holiness, no one will see the Lord. Barkimore. ശുദ്ധീകരണം കൂടാതെ നമുക്ക് ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ജോബി വർഗീസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൗമ പ്രാർത്ഥനയും എല്ലാവരും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഭദ്രാസന പൊതുയോഗത്തിൽ അതിൻ്റെ അവിടെ ഇരിക്കുകയാണ്. നെറ്റ് വളരെ മോശമാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആകും. ഓക്കെ, പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ വാർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. എന്റെ സർവ്വത്തിന്റെയും ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെ ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കർത്താവെ, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാവനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചെടുത്ത സ്ലീബായന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്നെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്ന വിശുദ്ധ ജീവിതവും സുഹൃ നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേകം സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. അച്ഛനെയും കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ എല്ലാ ആയുധങ്ങളെയും കൊണ്ടുള്ള നമ്മുടെ ഈ പ്രാർത്ഥന എല്ലാ ദിക്കിലേക്കും അവിടെ ഇരിക്കുന്ന സത്യയും ലോകമെമ്പാടുമുള്ള മക്കളെയും നമ്മയും ശുദ്ധീകരിക്കത്തക്കൊണ്ടുള്ള പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഓർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കണം. ഒരനർത്ഥവും നമുക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നമ്മുടെ കൂടെ അടുത്തെടുക്കുകയില്ല. നമ്മുടെ എല്ലാ വഴികളിലും കാത്തുനിന്ന് ദൈവം നമ്മൾ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അടുത്തതായി ഒരു പാട്ടാകുന്നു. റോസി ഡേവിഡ് ആകുന്നു പാടുന്നു. മനസ്സലി വേറിടും നാഥ, എന്നിൽ തിരുമനസലിയണമേ.
കനിവോടർത്ഥന കേൾക്കണമേ. നന്മകൾ അരുളണമടിയാരിൽ ഏറിയ കഷ്ടത ദുരിതമാതാ നീറിയിടുമെൻ മനസ്സതിലെന്നും. കരുണാപരിധിയാം നാഥ ചൊരിയണമേ കരുണപ്പനി നീ. ജീവിത പാതയിൽ ഗതിമുട്ടി നേർവഴി കാണാതുഴലുന്നോ. ഉദകണമേ തവ വലതുകരം സന്മാർഗേ നടകൊണ്ടിടുവാൻ. യകുല ചിന്തകളാദികളാൽ എന്നകതാരതിവ്യഥയാർന്നു. എന്നുടയോനേ കനിവോടൻ മനസ്സിനു ശാന്തതയരുളണമേ. ബഹുവിധ കാരണമതിനാലൻ ഭവനമതിൽ സ്വസ്ഥതയില്ല. അതിവേദന പൂണ്ടലയുന്നോ. അടിയനു തുണ നൽകുക നാഥ. മഹാവ്യാധി മഹാരോഗം കഷ്ടതയും ധനനഷ്ടമതും ദുഷ്ടന്മാരുടെ പീഡനവും അടിയാരിന്നൊഴിവാകണമേ. നിന്തിരുവേഷ്ടം നിറവേറ്റി നിൻ പ്രിയനാവാൻ എന്നാഥ. എൻ മനമൊരുക്കിടണമേ. നിൻ കൃപയതിനുണ്ടാകണമേ. അരുതാത്തതു ചിന്തിപ്പാനും പറയാനും ചെയ്തിടാനും ഇടയാകരുതുടയോനേ. നിൻ കൃപയടിയാരെ നയിക്കണമേ. എൻ കുറവുകളും പാപമതും തിന്മകളും സ്വയമറിവാനും ആയവയിൽ നിന്നൊഴിവാനും അടിയാരിൽ നിൻ കൃപയരുൾക. സോദരരെ സ്നേഹിപ്പാനും സാഗരമായി പരിചരിപ്പാനും തവ സഹതാപത്തിൽ തുണ ചെയ്യുവാനും ഉദകണമെന്നിൽ തവ കരുണ. വഞ്ചന ചതി പരദൂഷണവും സ്വാർത്ഥത നിഹളം ധനമോഹം ഡംഭു തുടങ്ങിയ പൈശാചിക പ്രവണത എന്നിലുദിക്കരുത്. രോഗികളുടെ ഔഷധവും നീ, പാപികൾ തൻ ശരണമതും നീ. ആർത്തന്മാരുടെ അഭയം നീ, കനിവോടു നാഥ കൃപ ചെയ്യുക. രോഗം വ്യാധി വസന്തകളും പൈശാചിക കെണി അപകടവും ദുഷ്ടന്മാരുടെ പീഡനവും അടിയാരിന്നൊഴിവാകണമേ. 9 മാസം തന്നുതിരേ നിന്നെ വഹിച്ചോരമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ടടിയാരിൽ
ശമവും ശാന്തിയുമരുളണമേ. നാഥ നിൻ സ്നേഹിതരാകും സ്ലിഹന്മാർ സഹദേന്മാരും തഥവിശുദ്ധരുമർപ്പിക്കും പ്രാർത്ഥനയാൽ വാഴ്വരുളണമേ. നാഥാ നിൻ സ്ലീബായാലും മാതാവിൻ പ്രാർത്ഥനയാലും അരിശത്തിൻ വടിദണ്ഡനവും അടിയാരിന്നൊഴിവാകണമേ. പ്രിയപ്പെട്ട മകളെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു, നമ്മെ സംരക്ഷിക്കുന്നതാകുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട സോനു ജോർജ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഭദ്രാസന പൊതുയോഗത്തിലും ക്ലർജി മീറ്റിങ്ങിലുമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റർബൻസ് ഒക്കെ ചില ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സോനു ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാവേലിക്കര ഭദ്രാസനത്തിലെ അറുന്നൂറ്റിമംഗലം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. പത്തിയൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. 2011 മുതൽ വൈദിക ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടും വിവിധ ഇടങ്ങളിലുമൊക്കെ അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ട അച്ഛനെ ഇന്ന് നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം, MBSനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. വിവിധ മേഖലകളിൽ അച്ഛൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും നമുക്കും ലഭിക്കാൻ തക്കവണ്ണം അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ MBSന്റെ പേരിലുള്ള എല്ലാ സ്വാഗതവും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് ക്ലർജി മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇന്ന് എനിക്ക് അധികം മുഴുവൻ സമയം ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ക്ലർജി മീറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് എല്ലാ സ്വാഗതവും ഒപ്പം നന്ദിയും രേഖപ്പെടുത്തുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിൽ ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. താങ്ക് യു. ഏറ്റവും ബഹുമാന്യനായ എബി അച്ഛൻ, സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ MBSന്റെ ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്ന മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടുകൂടി കാതങ്ങൾക്കപ്പുറം കടലുകൾക്കപ്പുറം ദൈവനാമത്തിൽ നമ്മെ ദൈവം കൂട്ടിവരുത്തിയിരിക്കുന്ന ഈ വലിയ ഒരു അനുഗ്രഹ നിമിഷത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അവനോടുകൂടെ 12 പേരും
അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. കുറേയേറെ സ്ത്രീകളെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ തന്നെ പ്രതിപാദിക്കും. എന്നാൽ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ സ്ത്രീ എന്ന് പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ വായിച്ച 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരി മറിയയാണ്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരിയ മറിയ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരി മറിയ. അപ്പോ അവിടെ ഈ സ്ത്രീ ബൈബിളിലെ ഏറ്റവും ശക്തയും ഹൃദയസ്പർശിയുമായ ഒരു സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. പാപത്തിന്റെ ഇരുളിൽ നിന്ന് കൃപയുടെ പ്രകാശത്തിലേക്ക് അവളുടെ യാത്ര അവിടെ തുടങ്ങുകയാണ്. പാപത്തിന്റെ ഇരുളിൽ നിന്ന് കൃപയുടെ പ്രകാശത്തിലേക്ക്. ഇവിടെ 4 കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ പ്രാധാന്യമേറിയതാണ്. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരമുണ്ടായി. 2, അവളുടെ ഫെയ്ത്ത്, വിശ്വാസം. 3, അവളുടെ ധൈര്യം, കറേജ്. 7 ഭൂതങ്ങൾ ബാധിച്ച സ്ത്രീ, അതിൽ നിന്ന് അവൾ ധൈര്യപൂർവം ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നു. 3, ഡിവോഷൻ, ഭക്തി. അവളുടെ അനിതര സാധാരണമായ, പകരം വെക്കാൻ സാധിക്കാത്ത അവളുടെ ഭക്തി. ഇതിന്റെ സാക്ഷ്യമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിൻ അവൾക്ക് സംബന്ധിക്കുവാൻ ഇടയായത്. ഇപ്പോ സ്ത്രീ കഥാപാത്രങ്ങളിൽ ആത്മീയ മഹത്വത്തിന്റെ ഒരു ഉജ്ജ്വല പ്രതീകമാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ത്രീ കഥാപാത്രം മഗ്ദലനക്കാരി മറിയ. നമ്മളെപ്പോഴും ഈ മഗ്ദലനക്കാരി മറിയ എന്ന് പറയുമ്പോൾ, മഗ്ദൽ എന്ന് പറയുന്നത് അത് ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ന് വേദപുസ്തക പഠിതാക്കൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഒരു സ്ഥലത്തിന്റെ പേരിൽ അവൾ മഗ്ദലനക്കാരിയായ മറിയ എന്ന് പറയും. 2ാമത് അവളെക്കുറിച്ച് വീണ്ടും വേദപുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അത് ഇപ്രകാരമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്: മഗ്ദലനക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. അപ്പം മഗ്ദലനക്കാരി മറിയ പ്രഭാതത്തിൽ കല്ലറയിലേക്ക് പോയി അവിടെ വെച്ച് അവനെ കാണുന്ന അനുഭവം നമുക്ക് പിന്നീട് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവള് ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവൾക്ക് സാധിച്ചു എന്നുള്ളതും അവളുടെ ജീവിതത്തിന്റെ വലിയ ശ്രേഷ്ഠതയുടെ ഒരു അനുഭവമായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ പറയാനായിട്ട് സാധിക്കും. ചിന്തകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾ എന്തുകൊണ്ട് ഒരു പ്രധാന കഥാപാത്രമായി, നമുക്ക് മാതൃകയായി, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ട, അനുകരിക്കേണ്ട ഒരു സ്ത്രീ രത്നമായി തീർന്നു എന്ന് അല്പസമയത്തിനുള്ളിൽ ചിന്തിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 1, ഷി വാസ് ഡെലിവേർഡ്. അവൾ വിടുതൽ ലഭിച്ചവളാണ്. ഷി വാസ് ഡെലിവേർഡ്. 7 ഭൂതങ്ങൾ ബാധിച്ച ഒരു അനുഭവത്തിൽ നിന്ന് അവൾ വിടുതൽ ലഭിച്ചവളായിരുന്നു. സെക്കൻഡ് വൺ, ഷി ഫോളോഡ് ജീസസ് ഫെയ്ത്ത്ഫുള്ളി. അവൾ വിശ്വസ്തയോടെ യേശുവിനെ അനുഗമിച്ചു. 3, ഷി സ്റ്റുഡ് അറ്റ് ദി ക്രോസ്. അവൾ ക്രൂശിനടുത്ത് നിന്നു.
അനേകർ ഓടി ഒളിച്ചപ്പോൾ ധൈര്യത്തിന്റെ പ്രതീകമായി ലോകം കാണുന്ന പുരുഷന്മാർ പോലും ശിഷ്യന്മാർ പോലും ക്രൂശിനെ ഭയന്ന്, ക്രൂശീകരണത്തെ ഭയന്ന് ഓടി ഒളിച്ചപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, ഷീ സ്റ്റുഡ് വെരി നിയർ ടു ദി ക്രോസ്. ക്രൂശിനോട് വളരെ ചേർന്ന് നിന്നു. നാലാമത്, ഷി വാസ് ദി ഫസ്റ്റ് വിറ്റ്നസ് ഓഫ് റിസറക്ഷൻ. കർത്താവിന്റെ ഉയർപ്പിന്റെ ആദ്യ സാക്ഷിയായിട്ട് മാറുവാൻ അവൾക്ക് ഇടയായി എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്ന മാതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തെ ചില മാതൃകകളാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാതൃകയായ ഈ മഗ്ദലനക്കാരി മറിയ അവളുടെ ജീവിതത്തെ പരിശോധിച്ചുകൊണ്ട് ചില ചെറിയ ചിന്തകൾ പങ്കുവെച്ച് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാം. പിതാവായ സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട് അവളെ കുറിച്ച്, ഷി വാസ് ദി അപ്പോസ്റ്റിൽ ടു ദി അപ്പോസ്റ്റിൽസ്. അവൾ അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോലയായിരുന്നു. ഷീ വാസ് ദി അപ്പോസ്റ്റിൽ ടു ദി അപ്പോസ്റ്റിൽസ്. 12 അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം സഭാപിതാക്കന്മാര് ഈ മഗ്ദലനക്കാരി മറിയയ്ക്ക് നൽകി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞു വെക്കുന്നത്. എന്റെ ഒന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. തകർച്ചയിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വന്നവൾ. മഗ്ദലനക്കാരി മറിയ തകർച്ചയിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വന്നവളാണ്. ഫ്രം ബ്രോക്കൺനെസ് ടു ഹീലിംഗ്. ഇവിടെ പ്രത്യേകം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം, സെന്റ് ലൂക്ക് chapter 8 verses 2, out of whom had come 7 demons. Out of whom had come 7 demons. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരിയായ മറിയം. ഈ 7 എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പൂർണ്ണതയുടെ ഒരു അക്കമാണ്. 7 കൂദാശകൾ, അത് പൂർണ്ണതയുടെ അക്കമാണ്. എന്നാൽ ഇവിടെ ഈ 7 ഉപയോഗിച്ചിരിക്കുന്നത് അവൾ പൂർണ്ണമായും പൈശാചിക ശക്തികൾക്ക്, രോഗത്തിന് അടിമപ്പെട്ടവളായിരുന്നു എന്ന് ദ്യോതിപ്പിക്കുവാനായിട്ടായിരിക്കാം ചിലപ്പോൾ എഴുത്തുകാരൻ ഈ 7 ഭൂതങ്ങൾ എന്ന് തന്നെ അവിടെ പറയുവാനായിട്ട് ഇടയാകുന്നത്. പരിപൂർണമായി, മുഴുവനായി തകർക്കപ്പെട്ട, തകർന്നുപോയ, രോഗത്തിന് അടിമപ്പെട്ട, അല്ലെങ്കിൽ തിന്മയ്ക്ക് അടിമപ്പെട്ട, സാത്താൻ അടിമപ്പെട്ട പൈശാചിക ബന്ധനത്തിലായിരുന്ന മഗ്ദലനക്കാരി മറിയ അവളെ സൗഖ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു വലിയ അനുഭവം അവിടെ പറയുകയാണ്. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സൗഖ്യ സ്പർശനത്തിന് അതീതമായൊരു തകർന്ന ജീവിതവും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. നോ ബ്രോക്കൺ ലൈഫ് ഈസ് ബിയോണ്ട് ഗോഡ്സ് ഹീലിംഗ് ടച്ച്. ദൈവത്തിന്റെ സൗഖ്യ സ്പർശനത്തിന് അതീതമായൊരു തകർന്ന ജീവിതവും ഈ ലോകത്ത് ഇല്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, സഭാപിതാവായ സെന്റ് അഗസ്റ്റിൻ വീണ്ടും പറയുന്നുണ്ട്, God loves us not because we are good, but to make us good. ഇന്ന് ഞാൻ ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴും ഞാൻ നല്ലവനായതുകൊണ്ടല്ല, പക്ഷേ എന്നെ നന്മയിലേക്ക് നയിക്കുവാനാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ സ്ത്രീയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ 7 ഭൂതങ്ങൾ ബാധിച്ച ഒരു സ്ത്രീ, അവളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയുള്ള അനുഭവത്തിൽ നിന്ന് അവൾ കർത്താവിന്റെ കരസ്പർശത്താൽ നന്മയിലേക്ക് വഴി നടത്തപ്പെടുവാനായിട്ട് ഇടയായി. നമ്മുടെ ആധുനിക കാല ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. നാം ശിക്ഷിക്കപ്പെടുകയല്ല എന്ന ബോധം എനിക്കുണ്ടാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് സൗഖ്യത്തിലേക്ക് വഴി നടത്തുവാൻ സംഗതിയാകും. ഇത് കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, സാമൂഹിക ജീവിതത്തിലായിക്കോട്ടെ.
മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലായിക്കോട്ടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലായിക്കോട്ടെ. എന്നാൽ ഇന്ന് പലപ്പോഴും ഒരു ക്രിട്ടിസൈസ്ഡ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ക്രിട്ടിസിസം ആണ് നമ്മളുടെ പ്രധാന ഒരു സ്വഭാവമായിട്ട്, ബിഹേവിയറായിട്ട് മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ക്രിസ്തു നമുക്ക് തരുന്ന ഒരു വലിയ പ്രചോദനവും അവന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. വിഭാഗീയതയില്ലാത്ത അംഗീകാരം ക്രിസ്തു അവൾക്ക് നൽകി. 7 ഭൂതങ്ങൾ ബാധിച്ച ഒരു സ്ത്രീ ആയിരുന്നിട്ടും, പരിപൂർണമായി അവൾ പാപത്തിന്റെ അനുഭവത്തിലായിരുന്നിട്ടും, തൻ്റെ ശിഷ്യയായി ഈ മഗ്ദല മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഹീലിംഗ് ബിഗിൻസ് when a person feels accepted, not condemned. ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, ചിലപ്പോൾ ഭർത്താവിന് തെറ്റുകൾ സംഭവിക്കാം. ചെറിയ ചെറിയ വീട്ടിലെ പരിതസ്ഥിതിയിലാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ വലിയ തെറ്റുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ തെറ്റുകൾ ഉണ്ടാകാം, പേരൻസിന് തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ ഹീലിംഗ് ബിഗിൻസ് when a person feels accepted. നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള തോന്നലാണ് തുറന്നുള്ള സംസാരത്തിലേക്ക്, തുറന്നുള്ള സംഭാഷണത്തിലേക്ക്, തെറ്റുകൾ തുറന്നു പറയുവാനുള്ള മനോഭാവത്തിലേക്കൊക്കെ നമ്മെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മറച്ചു വെക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും. വി ആർ ഹൈഡിങ് എവറിത്തിങ്. ഭർത്താവിനിൽ നിന്ന് അന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെക്കുന്നു, ഭാര്യയിൽ നിന്ന്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്ന്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ നിന്ന്. ഇവിടെയൊക്കെ നമ്മൾ ഒരു മറയ്ക്ക് പുറകിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കുറ്റങ്ങൾ അത് അധികരിച്ചു കൊണ്ടിരിക്കും. അവിടെ നമുക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയാകയില്ല. 7 ഭൂതങ്ങൾ ബാധിച്ച ഈ സ്ത്രീ, അവൾ പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്നാണ്. അവിടെ നമുക്ക് ഈ 7 ഭൂതങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാം സിവിയർ ഇമോഷണൽ ബോണ്ടേജ് ആണ്, അല്ലെ? നമുക്കൊരു തെറ്റ് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം ഇമോഷണൽ ബോണ്ടേജ് ആണ്. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കും, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് കരുതും എന്നുള്ള വലിയ തിക്തമായ ഒരു അനുഭവം നമ്മളെ ആഴ്ത്തിക്കളയും, നമ്മളെ അത് വെള്ളത്തിൽ മുക്കിക്കളയും. അവിടെ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് വലിയ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ചില ആളുകളൊക്കെ തെറ്റായ ചില കേസുകളിലൊക്കെ പെട്ട് മനുഷ്യ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റ് ജീവിക്കുന്ന അനുഭവം. ഈ ഇടയ്ക്ക് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഏകദേശം 56 ദിവസം ഒരു കേസിലകപ്പെട്ട ഒരു പിതാവ് ജയിലിൽ കിടന്നു. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇതായിരുന്നു. അദ്ദേഹം ഒരു സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡായിട്ട് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്തു. അദ്ദേഹം ശാരീരികമായി പെൺകുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, ചൂഷണം ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അപ്പോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, പോക്സോ കേസ് എന്നാണ് അതിന് കേരളത്തില് അറിയപ്പെടും, കുട്ടികൾക്കെതിരെയുള്ള തെറ്റ്. അത് എല്ലായിടവും അത് വലിയൊരു സീരിയസ് ഒഫൻസാണ്. അപ്പോൾ തന്നെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ജയിലിലാക്കി. പക്ഷേ 56 ദിവസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, കേസ് നടന്നു. 200 ദിവസത്തോളം അദ്ദേഹം കുറ്റവാളിയായിട്ട് കേസിന്റെ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ കോടതിയിൽ കേസ് നടക്കുമ്പോൾ, വാദം നടക്കുമ്പോൾ, ഈ പെൺകുട്ടി ഒരു ദിവസം ജഡ്ജിയോട് പറയുകയാണ്, ഞാൻ പരാതി നൽകിയത് തെറ്റായ പരാതിയാണ്, ഇദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് ജഡ്ജി ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്ത് ആലോചിച്ചാണ് ഈ പറയുന്നത്? നീ സത്യമാണോ പറയുന്നത്? വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തുക. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാനും മറ്റൊരു പയ്യനുമായിട്ട്
ഒരു സ്നേഹബന്ധത്തിലായിരുന്നു. ഈ ആള് എൻ്റെ വീടിനടുത്തുള്ള ഒരാളാണ്. ഞങ്ങളെ സഭ്യമല്ലാത്ത ഒരിടത്ത് വെച്ച് ഇദ്ദേഹം ഞങ്ങളെ കാണുവാൻ ഇടയായി. ഇദ്ദേഹം എൻ്റെ വീട്ടിൽ പോയി, പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവളുടെ മാതാപിതാക്കളോട് ഇത് പറയുമോ എന്നുള്ള ഭയം കൊണ്ട് ഈ പെൺകുട്ടിയും അവളുടെ ഫ്രണ്ടായിട്ടുള്ള ഈ ആൺകുട്ടിയും ചേർന്ന് ഉണ്ടാക്കിയ ഒരു കുരുക്കായിരുന്നു, ഒരു തെറ്റായ ആരോപണമായിരുന്നു. ഈ പിതാവിനെതിരെ അല്ലെങ്കിൽ ഈ പ്രായമായ മനുഷ്യനെതിരെ അവർ പരാതി കൊടുത്തു, എന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനം ഈ കുറ്റവാളിയായി ലോകം കരുതിയ അദ്ദേഹത്തിന്റെ മക്കൾ പോലും, ഭാര്യ പോലും അദ്ദേഹത്തെ വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞ ഈ മനുഷ്യൻ അവസാനം പോലീസ് ചോദിച്ചു, ഇവൾക്കെതിരെ അങ്ങ് എന്തെങ്കിലും പരാതി കൊടുക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു പരാതിയും കൊടുക്കുന്നില്ല. അവൾ സന്തോഷത്തോടെ ജീവിച്ചു പോട്ടെ. ഞാൻ അനുഭവിച്ച വേദന അത് എൻ്റെ ജീവിതത്തിലെ ഒരു വിധിയായിട്ട് ഞാൻ കണ്ടുകൊള്ളാം. ഇനിയും അതിനെ തുടർന്നുള്ള ഒരു പ്രതികാരത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കഥ ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പത്രങ്ങളിലൊക്കെ അനേകർക്ക് വായിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദി ഇമോഷണൽ ബോണ്ടേജ്, സോഷ്യൽ റിജക്ഷൻ, ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തെ വളരെ രൂഢമൂലമായിട്ട് ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയ ആളാണ് ഈ മഗ്ദലനക്കാരി മറിയ എന്നുള്ളത് നമ്മൾ ഈ തരുണത്തിൽ ചിന്തിക്കുമ്പോൾ അവൾ എപ്രകാരം ആ തകർക്കപ്പെട്ടതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇഫ് ദി സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. ഇഫ് ദി സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. നമ്മൾ ഈ ലോകത്ത് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ചെയ്യാത്ത തെറ്റുകൾക്ക് പലപ്പോൾ നമ്മൾ ക്രൂശിക്കപ്പെടേണ്ട അനുഭവം ഉണ്ടാകാം. ചിലപ്പോൾ നാം അറിയാതെ തെറ്റുധാരണയിൽ നമ്മൾ പലപ്പോഴും വീണുപോകാറുണ്ട്. അവിടെ ഡിപ്രഷനിലേക്കും സോഷ്യൽ സ്റ്റിഗ്മയിലേക്കും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോ സൂയിസൈഡൽ അല്ലെങ്കിൽ ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ പോലും എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇവിടെ വേദപുസ്തകം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ഇഫ് ദി സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. പുത്രൻ നമ്മളെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ സ്വതന്ത്രമാകും. രണ്ടാമതായിട്ട് ഇവിടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗം, മഗ്ദലനക്കാരി മറിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവളെക്കുറിച്ച് പറയുന്നു, ഡിസൈപ്പിൾ ഓഫ് ഡിവോഷൻ, സമർപ്പണത്തിന്റെ ശിക്ഷയ. അവൾ സമർപ്പണത്തിന്റെ ശിക്ഷയാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. അവിടെ വായിക്കുകയാണ്, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇത് മറ്റൊരു മറിയെ കുറിച്ചാ പറയുന്നത്. മാർത്തയും മറിയയും, ബഥാനിയയിലെ മാർത്തയും മറിയെ കുറിച്ചാ പറയുന്നത്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു മറിയെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവ് ഒരു പരീശന്റെ ഭവനത്തിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്ന് അവന്റെ കണ്ണുനീർ കൊണ്ട് അവളുടെ കാലുകൾ നനച്ചു, തൻ്റെ മുടി കൊണ്ട് അവന്റെ കാലുകളെ തുടച്ചു, അവളുടെ കയ്യിലിരുന്ന സുഗന്ധം അവന്റെ തലമേൽ പൂശി എന്ന് പറയുന്നു. പലപ്പോഴും ആ പാപിയായ സ്ത്രീയാണ് മഗ്ദലന മറിയ എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് വേദപുസ്തക പഠനങ്ങളൊക്കെ നടത്തി അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആധുനിക ദൈവശാസ്ത്ര പഠിതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത്
ഈ മഗ്ദലനക്കാരി മറിയ ഈ 7-ാം അധ്യായത്തിൽ പറയുന്ന പാപിനിയായ സ്ത്രീ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബെഥാന്യയിലെ സ്ത്രീയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ വായിച്ചു, മാർത്തയും മറിയയും. അത് മറ്റൊരു മറിയയാണ് എന്നും ഈ തരുണത്തിൽ പഠന വിഷയമായിട്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവിൻ്റെ കാലടിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ സമർപ്പണത്തിന്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ മാറും. പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമെങ്കിലും സമർപ്പണത്തിന്റെ, ശിഷ്യത്വത്തിന്റെ ഒരു ത്യാഗപൂർണമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കർത്താവിന്റെ കാലടിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ഹ്യൂമിലിറ്റി. ഇറ്റ്സ് എ സിംബൽ ഓഫ് ഹ്യൂമിലിറ്റി, സറണ്ടർ ആൻഡ് ഡീപ്പ് ലിസണിങ്. നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നതാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിനയം, സമർപ്പണം, ആഴമുള്ള കേൾവി എന്നിവ ഭക്തിയുടെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെന്റ് ഗ്രിഗറി ദി ഗ്രേറ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ദ സോൾ ഗ്രോസ് ബൈ ലവിങ് കണ്ടംപ്ലേഷൻ. The soul grows by loving contemplation. സ്നേഹപൂർവമായ ധ്യാനത്തിലൂടെയാണ് ആത്മാവ് വളരുന്നത്. We all are here for spiritual development. അല്ലേ? നമ്മളുടെ ആത്മാവ് വളരുവാൻ വേണ്ടിയാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. അപ്പോ സ്നേഹപൂർവമായ ധ്യാനത്തിലൂടെയാണ് നമ്മുടെ ആത്മാവ് വളരുന്നത്. നമ്മളുടെ സ്നേഹം ക്രിസ്തുവിനോടാണ്, നമ്മളുടെ സ്നേഹം വചനത്തോടാണ്, നമ്മളുടെ സ്നേഹം ഭക്തിയോടാണ്. അപ്പോ ദൈവ സന്നിധിയിൽ ഇരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ മഗ്ദലനക്കാരി മറിയെ പോലെ ക്രൂശിനടുത്ത് നിൽക്കുന്ന വിശ്വസ്തതയിലേക്ക് വളരും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലനക്കാരി മറിയയും നിന്നിരുന്നു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയമും മഗ്ദലനക്കാരി മറിയമും നിന്നിരുന്നു. മഗ്ദലനക്കാരി മറിയ സമ്പൂർണമായ രോഗാവസ്ഥയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, തള്ളപ്പെടലിൽ നിന്ന്, തകർക്കപ്പെടലിൽ നിന്ന് ക്രൂശിനടുത്ത് നിന്ന വിശ്വസ്തരായ സ്ത്രീകളുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടെ പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ പേരല്ല. അവിടെ പറയുകയാണ്, ഒന്ന് കന്യക മറിയാമിന്റെ അടുത്ത് അവളുടെ സഹോദരി ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, അവരുടെ കൂടെയാണ് ഈ മഗ്ദലനക്കാരി മറിയയ്ക്ക് നിൽക്കുവാൻ ശ്രേഷ്ഠത ലഭിച്ചത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോട് അടുക്കുന്നവരെല്ലാവരും ശ്രേഷ്ഠതയുടെ അനുഭവത്തിലേക്ക് വളരും എന്നത് തീർച്ചയാണ്. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മുടെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് നമ്മൾ ഓർത്തു പോകണം. ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണ്? പൗലോസ്ലീഹ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആധുനിക സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ്. അത് നമ്മളുടെ ചിലപ്പോ ജോലിയിലുള്ള നമ്മളുടെ താല്പര്യമാകാം, കുടുംബ ജീവിതത്തിലുള്ള നമ്മളുടെ സമയക്കുറവാകാം, ചിലപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളാകാം. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് ക്രൂശിനോട് അടുക്കുവാൻ മഗ്ദലനക്കാരി മറിയ നമ്മെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സ്നേഹത്തിന്റെ ധൈര്യം അവൾക്ക് ലഭിച്ചു എന്നുള്ളത്. ക്രിസ്തുവിനോട് കൂടെ 3 വർഷക്കാലം അവന്റെ ശിഷ്യന്മാരായി, അപ്പോസ്തോലന്മാരായി കൈവെപ്പ് ലഭിച്ച്, അനുഗ്രഹം ലഭിച്ച് നടന്ന പുരുഷന്മാരെല്ലാവരും ഓടി ഒളിച്ചപ്പോൾ ക്രിസ്തു പകർന്ന സ്നേഹത്തിന്റെ ധൈര്യം, അൺഡിവൈഡഡ് അക്സെപ്റ്റൻസ്, അവളെ കേൾക്കുവാനുള്ള ക്രിസ്തുവിന്റെ ആ മനോഭാവമാണ്
അവളെ ആ കറേജ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ധൈര്യം പ്രകടിപ്പിക്കുവാൻ അവൾക്ക് ഇടയായത് എന്ന് നമുക്ക് മനസ്സിലാകും. സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന സഭാപിതാവ് പറയുകയാണ്, ലവ് മെയ്ഡ് ഹർ ഫിയർലെസ്. സെന്റ് ജോൺ ക്രിസോസ്റ്റം സെയ്സ്, ലവ് മെയ്ഡ് ഹർ ഫിയർലെസ്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് അവളെ ഭയമില്ലാത്തവളാക്കി തീർത്തത് എന്ന് അവിടെ പറയുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, 1 യോഹന്നാൻ 4:18 നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4:18, ലവ് ഓവർകംസ് ഫിയർ. ലവ് ഓവർകം ഫിയർ. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. സ്നേഹം ഭയത്തെ ദൂരത്താക്കി കളയും. ഭർത്താവിന്റെ സ്നേഹം ഭാര്യയുടെ ഭയത്തെ ഇല്ലാതാക്കും. ഭാര്യയുടെ സ്നേഹം ഭർത്താവിന്റെ ഭയത്തെ ഇല്ലാതാക്കും. മാതാപിതാക്കളുടെ സ്നേഹം കുഞ്ഞുങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, അടുത്തതായിട്ടുള്ള എൻ്റെ ചിന്ത, അതോടുകൂടി എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. മഗ്ദലനക്കാരി മറിയ പുനരുത്ഥാനത്തിന്റെ ആദ്യ സാക്ഷിയായിട്ട് മാറി. മഗ്ദലനക്കാരി മറിയ പുനരുത്ഥാനത്തിന്റെ ആദ്യ സാക്ഷിയായിട്ട് മാറി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 18 നമ്മൾ വായിക്കുകയുണ്ടായി. മഗ്ദലനക്കാരി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. അവര് അതിരാവിലെ കല്ലറയിലേക്ക് പോയി. കല്ലറ തുറന്നു കിടന്നതായിട്ട് കണ്ടു. എന്നാൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി എന്നെ തൊടരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കി. എന്നിട്ട് എൻ്റെ ശിഷ്യന്മാരോട് പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയിക്കുവാനായിട്ട് അവരെ കൽപ്പിച്ചാക്കി. അങ്ങനെ അവർ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തി. അവർ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന വേദഭാഗമാണ് നമ്മളുടെ വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ജീസസ് അപ്പിയേർഡ് ഫസ്റ്റ് ടു മേരി മഗ്ദലിൻ. അവിടെ പത്രോസ് ഇല്ലായിരുന്നു, യോഹന്നാൻ ഇല്ലായിരുന്നു. അവിടെ ആ തകർക്കപ്പെട്ട ആ സ്ത്രീയുടെ സാന്നിധ്യമാണ് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കാരണം വേദപുസ്തകം പറയുന്നു, കൃപ വിനയമുള്ളവരെ തിരഞ്ഞെടുക്കും. നമ്മളുടെ വിനയമാണ് കൃപയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. നമുക്ക് ഈ ലോകത്ത് അഹങ്കരിക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണും. നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ശക്തി, നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ നേട്ടങ്ങൾ, നമ്മളുടെ ഭവനം, നമ്മളുടെ ബന്ധുക്കൾ, നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന സ്വത്ത്, സമ്പാദ്യം, സ്ഥാനമാനങ്ങൾ. പക്ഷേ കൃപ വിനയമുള്ളവരെ തേടിയെത്തും. അതുകൊണ്ടാണ് കന്യാമറിയാമനോട് മാലാഖ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറയുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്. വിനയം മനുഷ്യ സ്വഭാവത്തെ പൂർണ്ണമാക്കുന്ന ഏറ്റവും വലിയ സ്വഭാവമാണ്. വിനയം മനുഷ്യ സ്വഭാവത്തെ പൂർണ്ണമാക്കുന്ന ഏറ്റവും വലിയ സ്വഭാവമാണ്. വിനയമില്ലെങ്കിൽ നമ്മൾ എത്ര നേട്ടം കൊയ്തവരായാലും എത്ര ഉയർന്നവരായാലും അതിന് സാക്ഷ്യം ലഭിക്കുവാനായിട്ട് ഇടയാകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവം അത് ഈ മഗ്ദലനക്കാരി മറിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് അനുവദിച്ച സമയം തീരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ കർത്താവിൽ പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇഫ് എനിവൺ ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു എന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ ചിന്തയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, വളരെ വിശ്വവിഖ്യാതനായ ദസ്തേവസ്കി എന്ന് പറയുന്ന റഷ്യൻ എഴുത്തുകാരൻ, അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം എഴുതി,
The soul is healed by being with children and by forgiveness. The soul is healed by being with children and by forgiveness. നമ്മൾ ക്ഷമിക്കപ്പെടലിലാണ് നമ്മളുടെ സൗഖ്യം വളരുന്നത്. മനഃശാസ്ത്രജ്ഞനായ കാൾ യൂങ് ഇപ്രകാരം പറയുന്നുണ്ട്, I am not what happened to me, I am what I choose to become. ഞാൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിലല്ല, ഞാൻ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിലാണ് എൻ്റെ വിജയം ഇരിക്കുന്നത് എന്ന് അവിടെ പറയുകയാണ്. മേരി മഗ്ദലന ക്രിസ്തുവിന്റെ ശിഷ്യത്വം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവളുടെ ജീവിതത്തെ ശ്രേഷ്ഠതയിലേക്ക് വഴി നടത്തുവാൻ ഇടയായത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു സംഭവം കൂടി, ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാം. ഭാരത ചരിത്രത്തിൽ ഫൂലൻ ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വായിച്ചിട്ടുണ്ടായിരിക്കാം. ഉത്തർപ്രദേശിലെ ഒരു ദരിദ്ര ഗ്രാമത്തിൽ ജനിച്ച ഈ ഫൂലൻ ദേവി ബാല്യത്തിൽ തന്നെ അവളുടെ വിവാഹം നടന്നു. അവൾ അനേകരാൽ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു. അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ പീഡനവും അപമാനവും അവളുടെ ബാല്യത്തെ തകർത്തു കളഞ്ഞു. അവൾ കുറ്റകൃത്യത്തിന്റെ ലോകത്തിലേക്ക് തിരികെപ്പെട്ടു. കൊള്ള സംഘത്തിൽ ചേർന്ന് പ്രതികാരവും ക്രോധവും അടങ്ങാതെ അവൾ അനേകരെ വെടിവെച്ച് കൊല്ലുവാൻ, ആക്രമിക്കുവാൻ ഇടയായി. എന്നാൽ അവൾ എപ്പോഴോ അവളുടെ ജീവിതത്തിൽ അവൾക്ക് തോന്നി താൻ തെറ്റിന്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ അവൾ ആ ഇരുട്ടിൽ നിന്ന് പോലീസിന് അവൾ സറണ്ടർ ചെയ്തു. അവൾ ജയിലിലായി. ജയിലിൽ വെച്ച് എപ്പോഴോ അവൾ ചില സുവിശേഷകരുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു. അവൾ അങ്ങനെ 1983 അവള് പോലീസിലെ അഭയപ്പെട്ടു. അവൾ തിരിച്ച് 1996 അവള് ലോക്സഭയിലെ ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീ അവൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മാറുന്ന ഒരനുഭവം. മഗ്ദലനക്കാരി മറിയയുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ഇത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരിക്കൽ ആത്മീയ ഇരുളിൽ പോയി എങ്കിലും ഉയർപ്പിന്റെ വലിയ പ്രകാശത്തിലേക്ക് കടക്കുവാൻ നമ്മളുടെ ഒരു ഉദ്യമം, നമ്മളുടെ ഒരു പരിശ്രമം മതി. ഇവിടെ മഗ്ദലനക്കാരി മറിയ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന വലിയ സത്യം ഇതാണ്. ആത്മീയ ഇരുളിൽ നിന്ന് ഉയർപ്പിന്റെ ആദ്യ സാക്ഷിയായിട്ട് അവർക്ക് മാറുവാനായിട്ട് സാധിച്ചു. വേദന അനുഭവിച്ചവർക്ക് കൂടുതൽ ശക്തമായ വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എന്ന് അനേക സംഭവങ്ങൾ, അനേകരുടെ വ്യക്തികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. മഗ്ദലനക്കാരി മറിയ അവൾ ജീവിതത്തെ പരിവർത്തനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അവൾ കൊണ്ടുവന്നു. തകർന്ന ജീവിതത്തെ അവൾ ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. കൃപയുണ്ടെങ്കിൽ ഒരു ഉയർപ്പ് നമുക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മഗ്ദലന മറിയ നമുക്ക് തരികയാണ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ ഏത് തകർക്കപ്പെട്ട അനുഭവത്തിലാകട്ടെ, രോഗത്തിലാകട്ടെ, പ്രതിസന്ധിയിലാകട്ടെ, പ്രതികൂലതകളിലാകട്ടെ, ഒരു ഉയർപ്പ് നമുക്കുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മെ അത് ധൈര്യപ്പെടുത്തും. അത് നമ്മളുടെ ജീവിതം ചിലപ്പോ കുറ്റബോധത്താൽ തകർക്കപ്പെട്ടതായിരിക്കാം, ചിലപ്പോൾ ചില അഡിക്ഷൻസ് ആയിരിക്കാം, ചില കാര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയിരിക്കാം, ചിലപ്പോൾ ഷെയിം ആയിരിക്കാം, ലജ്ജയായിരിക്കാം, ചിലപ്പോൾ ട്രോമയായിരിക്കാം, മുമ്പ് അനുഭവിച്ച ചില പ്രതിസന്ധികൾ, വേദനകളായിരിക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. Romans 8:1 There is now no condemnation for those who are in Christ Jesus. There is now no condemnation for those who are in Christ Jesus. ക്രിസ്തു ഇപ്പോഴും നമ്മളെ വിളിക്കുകയാണ്. മഗ്ദലനക്കാരി മറിയെ വിളിച്ച പോലെ നമ്മളെ ഓരോരുത്തരെയും അവൻ വിളിക്കുകയാണ്. തകർക്കപ്പെടൽ നിന്ന് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക്, വീഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, ഇരുളിൽ നിന്ന് ഉയർപ്പിന്റെ പ്രകാശം കണ്ട മഗ്ദലനെ പോലെ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ
സ്ഥലകാല പരിമിതികൾക്കപ്പുറം നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ അല്പസമയം നിങ്ങളോടൊത്ത് പങ്കുകൊള്ളുവാനും ചിന്തിക്കുവാനും ദൈവനാമം മഹത്വപ്പെടുത്തുവാനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, അതിന് നേതൃത്വം നൽകുന്നവര്, ഇതിൽ സംബന്ധിക്കുന്നവര്, ഇതിന് നേതൃത്വം കൊടുക്കുന്നവര് എല്ലാവരോടും ഉള്ള എൻ്റെ അഗൈതവമായ സ്നേഹം അറിയിക്കുന്നു. ഇവിടെ മാവേലിക്കര ഭദ്രാസനത്തിൽ അതിൻ്റെ ഒരു ചാരിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശാലേം ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. അവിടെ 100ഓളം മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്നു. അതിന്റെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് നിങ്ങൾ അതിനെ ഓർക്കണം. അതിന്റെ ചുമതല കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നടത്തി വരുന്നു. അതിന്റെ അവിടെ മാനസിക രോഗം ബാധിച്ച 20 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള ഏകദേശം 100ഓളം പുരുഷന്മാർ അധിവസിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ തരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതിനെ കൂടി ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ബലഹീനായ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലവണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, കടലുകൾക്കപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നുവെങ്കിലും ദൈവനാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. അല്പസമയം ചെലവഴിപ്പാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് ജീവിതത്തിൽ അവസരം നൽകി. നീ നല്ലത് തിരഞ്ഞെടുത്തു എന്ന് മറിയത്തോട് പറയും പോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് ചിന്തിച്ച മഗ്ദലനക്കാരി മറിയ 7 ഭൂതങ്ങൾ വിട്ടുപോയ ഒരു സ്ത്രീ, ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികൾ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും നിന്നെ തിരഞ്ഞെടുക്കുവാനും നിന്നോട് ചേർന്ന് നിൽക്കുവാനും ഇരുളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, പ്രതികൂലതകളിൽ നിന്ന് ഉയർപ്പിന്റെ വലിയ പ്രകാശത്തിലേക്ക് കടക്കുവാൻ നിന്റെ മകളെ അവിടുന്ന് ഇടയാക്കിയ പോലെ കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വലിയ പ്രകാശത്തിലേക്ക് കടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് നീ യോഗ്യരാക്കണമേ. കൂടി വന്ന മക്കളെ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. അവരുടെ ഭവനങ്ങള്, തലമുറകള്, കുടുംബാംഗങ്ങള്, കുഞ്ഞുങ്ങള് എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക്, നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബഹുമാനപ്പെട്ട സോനു ജോർജ് അച്ഛന് ഈ മറിയം സമാജം എല്ലാ അംഗങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട ബേബി എബ്രഹാം അച്ഛൻ്റെ പേരിലും, അച്ഛന് അസംബ്ലി കോൺഫറൻസിന് പോയിരിക്കുകയാണല്ലോ, എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളെ അച്ഛനിൽ കൂടി കേൾപ്പിച്ച വചനങ്ങൾക്കും കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. 7 ഭൂതങ്ങളെ വിട്ടുപോയ മക്കളുടെ കാര്യം അറിയാം. ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്ന പോലെ, പ്രത്യേകിച്ച് ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമായിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകാനല്ല, പ്രാർത്ഥനയോടുകൂടി ആ വചനം ഏറ്റെടുത്ത് എത്ര പഠിച്ചു ഒപ്പായാലും നമ്മളുടെ പ്രതിസന്ധികളും പാപവും എല്ലാം ആണെങ്കിലും അതിനൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. പുരുഷന്റെ ചുവട്ടിലേക്ക് ധൈര്യമായി പോകുവാനും അതിൽ നിന്ന് ഉയർപ്പിന്റെ പ്രകാശം അനുഭവിക്കാനും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മക്കളുടെ കാര്യം അറിയാം. അപ്പോസ്തലസായി മാറിയതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറുവാനുള്ള കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ശാലേം ഭവനെ പറ്റി കേട്ടത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളെ കൊണ്ട് എന്ത് സഹായമാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അച്ഛനെയും അച്ഛനെയും കുഞ്ഞുങ്ങളെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ ആദ്യമായി വീണ്ടും ശാലേം ഭവനെയും ഞങ്ങൾ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ കാലത്തെ എല്ലാ കുറവുകളെയും കർത്താവിന്റെ ക്രൂശിൽ ചുവട്ടിൽ പ്രത്യേകമായി അർപ്പിക്കുന്നു. എല്ലാറ്റിനും ഇന്നുവരെ അടിയങ്ങളുടെ ജീവിതത്തിൽ തന്നെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂടി വന്ന 100-ൽ പരം എല്ലാ പ്രിയപ്പെട്ടവരും
പുരുഷന്റെ ചുവട്ടിൽ എല്ലാ കുറവുകളും ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങയാവുന്നു. പ്രത്യേകം നന്ദി പറയുന്നു, കുറവുകൾ ഏറ്റു പറയുന്നു. ആ ഉയർപ്പിന്റെ പ്രകാശത്തെ ലക്ഷ്യമാക്കിയാണ് ഓട്ടം ഓടുന്നത്. പരിശുദ്ധ ബാവ തിരുമേനിയെ ദേവസന്നിധി സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനിക്ക് അനുഗ്രഹപരമായ 77 സംവത്സരങ്ങൾ പിന്നിടുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ സഭയെ നയിക്കാനുള്ള കൃപ ലഭിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും ഒപ്പം ദേവസന്നിധി സമർപ്പിക്കുന്നു. ഒരുമിച്ച് പുരുഷന്റെ ചുവട്ടിൽ ഐക്യതയോടെ നിലനിൽക്കുവാനും ഉള്ള കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരായിട്ടുള്ള തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. വൈദിക ശ്രേഷ്ഠരെ, ഡീക്കൻസ്, എല്ലാ ക്ലർജി, എല്ലാ ആത്മീയ സംഘടനകളുടെ നേതാക്കള്, സമാജം ഭാരവാഹികളെ ദിവസം സമർപ്പിക്കുന്നു. സുവിശേഷ വേലക്കാർ, വാട്ടർ ബോയ്സ്, ഓരോ ഇടവകയുടെയും ചുമതല വഹിക്കുന്ന പുരോഹിതർ എല്ലാവരും ദിവസം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിഷിക്തരെയും അൽമാരെയും സമർപ്പിക്കുന്നു. അച്ഛനെയും കുറെ അഭിഷിക്തരുടെ പേരുകളുണ്ട്. സന്തോഷ് ബേബി അച്ഛൻ, ഐറിൻ, അലക്സ് അച്ഛൻ, വർഗീസ് അച്ഛൻ, അതുപോലെ സുധി കൊച്ചമ്മ, നിമി കൊച്ചമ്മ, എല്ലാവരെയും, ശാന്ത തോമസ്, ലീല, മിനി, എലിസബത്ത്, അച്ഛൻ കുഞ്ഞ്, നീന, ആനി, അനിൽ, സിജ, ഹെലൻ, ഉമ്മൻ ജോർജ്, സൗഖ്യം ലഭിച്ച അരുൺ, ഷാനു അവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. അർച്ചനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലിംഫോമയായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഇന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്തുന്ന ദിവസമാണ്. പ്രത്യേക പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. ആ കുഞ്ഞിനെ ഇപ്പോൾ വീണ്ടും അല്പ അസ്വസ്ഥതകളാണ്. ജോയലിന് പെറ്റ് സ്കാൻ ആവുന്നു എന്ന് പ്രത്യേകമായി ജോയലിന് വേണ്ടി സൗഖ്യം ലഭിച്ചവർക്ക് എല്ലാം വേണ്ടി നന്ദി പറയുകയും സൗഖ്യം ലഭിക്കാനുള്ളവർക്ക് വേണ്ടി വീണ്ടും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേസ് ആയിരുന്ന എല്ലാ മക്കളും, സാൽപ്പച്ചമ്മ, സ്കൈ ബേബി, എല്ലാ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള എല്ലാ മക്കളെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ അധ്യാപകർ, ഫ്രണ്ട്സ് എല്ലാവരെയും ഓർക്കുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതലുള്ള പ്രായമായവരെ ഓർക്കുന്നു. ഓർഫൻസ്, വിഡോവേഴ്സ്, ക്യാപ്റ്റീവ്സ്, ആവശ്യത്തിലിരിക്കുന്നവരെ, പാവപ്പെട്ടവർ, ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പല ഈവിൾ കമ്പനി, ഇൻഫ്ലുവൻസർ, ടെംപ്റ്റേഷൻ റെസിസ്റ്റ് ചെയ്യാൻ വയ്യാത്ത അവര് മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിക്കപ്പെട്ടു. ഇന്റർനെറ്റിന്റെയും ലഹരിയുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നു. എല്ലാ മക്കൾക്കും കുഞ്ഞുമക്കളെ ദിവസം സമർപ്പിക്കുന്നു. ജസ്റ്റിൻ, ഡോണ, ജോവാൻ, അബി, എബി, ഏറൻ, 2 ആൻമാര്, എലിസബത്ത്, ആൽബിറ്റ്, ലോറൻസ്, ഹാന, ഇത്രയും മക്കളെ സമർപ്പിക്കുന്നതോട് ഒപ്പം ഈ തലവണക്കിയിരിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള മക്കൾക്കും മക്കളുടെ ദിവസം സമർപ്പിക്കും. ആദ്യം വയ്യാത്ത കുഞ്ഞുങ്ങൾ, ദിവസം വായിക്കുന്ന താല്പര്യമില്ല, പ്രാർത്ഥിക്കുന്ന താല്പര്യമില്ല, ദൈവാലയത്തിൽ പോകാൻ താല്പര്യമില്ല, അങ്ങനെ ഭാവി എന്തെന്നറിയാത്ത എല്ലാ മക്കളും ദൈവമേ അനുഗ്രഹിക്കണമേ. നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാവും. ഒപ്പം നാമം വിശ്വസിക്കുന്നു. ഇതുപോലെ വെഡിങ് ആയിരുന്ന ജിബിൻ മോൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിൻസ് പോൾ ആൻഡ് സ്റ്റെഫാനി കുര്യന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കളെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സെമിനാരിയൻസ് ആയ ജിതിൻ, ജോയൽ, ജോജി, ബിനി അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ആത്മീയ കശ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ മാർച്ച് 6 സെക്ഷൻ ചെയ്തിരിക്കുന്നു. നമ്മളെ പ്രത്യേകം പ്രാർത്ഥന സമർപ്പിക്കാം. ക്രിസ്മരിയയ്ക്ക് ലഭിച്ച കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം. ഷെറിൽ, ചിന്നു, ചിത്ര, ക്രിസ്റ്റി, സിജി, ദീപ, കന്യ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ധാരാളം റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് അവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.
പാർട്ട്നേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവസനെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം പാർട്ട്നേഴ്സിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കളുണ്ട്. മാതാപിതാക്കൾ അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോഹൻ, ഈവൽ, കാരോൾ, ജെറമി, മിനു, ടാഷ, ഹെലൻ, താര, സിറിൽ, ബിന്നി, ജെഫേഴ്സൺ, മറിയ, ചിജ, ടീന, നിക്കോൾ പാർട്ട്നേഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഒരു പ്രത്യേകമായി ദിവസം സമർപ്പിക്കുന്നു. അർച്ചന, അഞ്ജന, അതുപോലെ അനു, തങ്കച്ചൻ, അതുപോലെ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള അനേകം മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പോൾ പറഞ്ഞ ശാലയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്രയ, കാരുണ്യഭവൻ, അനേകം സംഘടനകളുണ്ട്. നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, സാമ്പത്തിക സഹായം ആവശ്യമുള്ള സഹായം എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് അത് ചെയ്യാനുള്ള കൃപയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ എല്ലാ അഭിഷിക്തരെയും എല്ലാ ആത്മാരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വാങ്ങിപ്പോയ ആത്മാക്കളെയും അവരോടൊപ്പം തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്ന നമുക്ക് എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കാം. നമ്മെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒസ്താത്യോസ് തിരുമേനി, ഒസ്താത്യോസ് തിരുമേനിയുടെയും അഭിവന്യ എപ്പിഫാനസ് തിരുമേനിയുടെ ഓർമ്മയായിരുന്നല്ലോ. ആത്മാക്കളെ സമർപ്പിക്കുന്നു. അവരുടെ മധ്യസ്ഥം യാചിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞ് അലൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ആ കുഞ്ഞിന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അക്കാലത്ത് കുഞ്ഞുങ്ങൾ വേർപെട്ടു പോയവരെ അവർക്ക് ദുഃഖിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ ഫിലിപ്പ്, എൽസി തോമസ്, മത്തായി അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് പ്രിയപ്പെട്ടവരെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ കാര്യം, യുദ്ധത്തിൽ വിഷമിക്കാൻ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസിന്റെ വിഷമത്തിലിരിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, ഇവരെല്ലാം ദേവസ്വം സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ എല്ലാം ദേവസ്വം സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട റേച്ചൽ ഫിലിപ്പാണ്. റേച്ചൽ ഫിലിപ്പിനെയും കുടുംബത്തെയും ദേവസ്വം സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട റേച്ചൽ ഫിലിപ്പ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Dear Heavenly Father, we just want to come to your presence, Father God. We just want to thank you, praise you, and honor you, Father God. Lord, at this time, we just want to praise you for the opportunity to come to your presence. Father God, you have been merciful and kind, and you have gave us wonderful life, Father God. We just want to praise you and honor you for everything you have done in our lives. Food to eat, clothes to wear, house to live in, Father God. At this time, we pray for the healing of all the names that was read. Especially I pray for Archana when she has gone through a bone marrow transplant, Father God, when there is complications and everything that is there, Father God. But we in one accord pray that she may not have any complications with this bone marrow transplant, Father God. Lord, we pray that she would heal and she would be a witness, and she would witness for you, Father God. Lord, I pray for Joel, who is going to have PET scan, Father God. You are a miracle working Father, Father God. The PET scan would be a normal PET scan, Father God. You can do the wonders, Father God. We thank you and we pray for this child, Father God. Lord, at this time, we pray for all the people who are sick in our diocese, Father God. We ask that you would bless them and heal them, Father God. We pray for people who lost their family, Father God. Lord, we especially pray that you would comfort them and bless them, Father God. At this time, we pray for our Tirminis and Achins and the clergy, everybody in this diocese and all over the world, Father God. At this time, we pray that our Sunday school children would be blessed, Father God. Let them learn and come back to church when they grow up, Father God. Lord, we pray for this generation
the college students, the children here, to come back to church and honor you, Father God. That they would be, you would raise people for you, Lord, for your service, Father God. Lord, at this time I pray that your blessing be on our Tirumeni when he had Baba Tirumeni when he's doing his celebrating his birthday, Father God. Lord, thank you for all the life that you has helped him for the 77 years of his life. Help him that it would be blessed this year, Father God. You protect him and keep him safe. I pray for our Evanius Tirumeni, Father God. Bless him and keep him safe, Father God. I pray and I bless each one of them, Father God, in the name of the Father, Son, and the Holy Spirit. Lord, I pray for especially for Sonu Achin. Thank you for the messages she shared, Father God. Help us that we could bring honor and glory to you, Father God, through the message. Lord, I pray for his the Shalem Bhavan. Father God, help and open our hearts that we could support him and help him, Father God. Lord, at this time, we pray that your blessing be on every one of us. We pray for all Martha Marian Samajam, or each unit, and I pray that the leaders of this unit and this diocese will be blessed. We submit everything into their loving hands. Bless us, Lord. Let no harm come around any one of us today. We ask everything in the matchless name of our Savior, Lord, and Jesus Christ. Amen. അച്ഛനാശീർവാദം പറയണേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും കർത്താവേ, ഈ കൂടി വന്ന നിന്റെ മക്കൾ ഓരോരുത്തരുടെ മേലും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ മക്കളുടെ മേലും, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്തരുടെ മേലും, പ്രാർത്ഥനയിൽ ഓർക്കുവാനുള്ള കോണം കടപ്പെട്ട എല്ലാവരുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. വന്യ വൈദികരെ, കൊച്ചമ്മമാരെ, കർത്താവ് സഹോദരങ്ങളെ, കർത്തൃനാമത്തിൽ വന്ദനം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ സമയങ്ങളിൽ ഒരല്പസമയം ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും ആരാധിപ്പാനും അവിടുത്തെ വചനങ്ങൾ പഠിക്കുവാനും തിരഞ്ഞെടുക്കുവാൻ മനസ്സും ആരോഗ്യം ചുരിഞ്ഞു തന്ന ദൈവത്തെ മുന്നമേ സ്തുതിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സൗത്ത് വെസ്റ്റ് ഡയസിന്റെ മർത്തമറിയൻ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കർമ്മനിരതനായി നേതൃത്വം നൽകുന്ന തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തയോടുള്ള നന്ദിയും സ്നേഹവും ഭക്തി ആദരവുകളും സമർപ്പിക്കട്ടെ. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റവറൻ ഫാദർ എബി എബ്രഹാച്ചിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇന്ന് നമുക്കായി നല്ലൊരു മെസ്സേജ് നൽകിയ റവറൻ ഫാദർ സോനു ജോർജ് അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അച്ഛന്റെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാപത്തിന്റെ ഇരുളിൽ നിന്നും കൃപയുടെ പ്രകാശത്തിലേക്ക് വന്ന മഗ്ദലക്കാരി മറിയയുടെ പകരം വയ്ക്കാനാവാത്ത ഭക്തി, സമർപ്പണത്തിന്റെ ശിഷ്യയായി മാറിയ മഗ്ദലക്കാരി മറിയം, സ്നേഹം കൊണ്ട് ഭയത്തെ ഇല്ലാതാക്കും പുനരുത്ഥാനത്തിന്റെ ആദ്യ സാക്ഷിയായി മാറിയ മഗ്ദലക്കാരി മറിയം. ഇതെല്ലാം അച്ഛൻ യോഹന്നാന്റെ സുവിശേഷം 4:18 ഉള്ള ഈ ഭാഗം അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി. വളരെ വിനയമാണ് കൃപയിലേക്ക് നമ്മെ വഴി നടത്തുന്നത്. കൃപയുണ്ടെങ്കിൽ നമുക്ക് ഉയർപ്പുണ്ട് എന്ന് മഗ്ദലക്കാരി മറിയയുടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. കർത്താവിന്റെ കാലടിയിൽ ഇരിക്കുമ്പോൾ സമർപ്പണത്തിന്റെ ശിഷ്യയാക്കുവാൻ നമുക്ക് കഴിയും. രോഗം വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ശിക്ഷിക്കുകയല്ല എന്ന ബോധം നമുക്കുണ്ടായാൽ, അനുദപിച്ചാൽ നമ്മളെ ദൈവം അംഗീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ നിന്നുള്ള സൗഖ്യത്തിന്റെ സ്പർശം കുടുംബിനികളാകുന്ന നമുക്കും ഈ ധ്യാനം കൊണ്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ കൂടിവരവിൽ വളരെ ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠതയോടും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളോടുമുള്ള അളവറ്റ നന്ദി അറിയിക്കുകയും പൂർവാധിക ശക്തിയോടെ നടത്തിപ്പിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരവസരം തന്ന എലിസബത്ത് തരകൻ ആന്റിയോടും കൂട്ടുപ്രവർത്തകരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.
താങ്ക് യു സർവസ്വം. ദൈവാന്വേഷിച്ച് നമുക്ക് വീണ്ടും അടുത്ത പ്രാർത്ഥനയിൽ കാണുകയും ചെയ്യുന്നതാണ്. മറിയം ആനുവൽ കോൺഫറൻസ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.